എം.എസ്. അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, ബേപ്പൂർ ഒരു പുതിയ രാഷ്ട്രീയ പോരിന് കളമൊരുങ്ങുന്നു എന്നതാണ് ലഭ്യമാവുന്ന സൂചനകൾ. റിയാസ് അൻവറിനെ നേരിടാൻ വരുമ്പോൾ അൻവറിന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളി എന്തൊക്കെയായിരിക്കും? അൻവറിന്റെ അവകാശവാദങ്ങൾ ബേപ്പൂരിന്റെ രാഷ്ട്രീയ ചിത്രവുമായി ചേർന്ന് പോകുന്നതാണോ? സജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനമായി പരിഗണിക്കേണ്ടത് കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ LDFന് ഈ മേഖലകളിലുണ്ടായ ഒരു വോട്ട് ചോർച്ച തന്നെയാണ്. ഏതാണ്ട് 50% വോട്ട് വിഹിതം ഉണ്ടായിരുന്നത് 38 മുതൽ 40% വരെ വോട്ട് വിഹിതമായി താഴ്ന്നിരിക്കുന്ന ഒരു സാഹചര്യം. UDFന്റെ 32% നിന്നും 42-ലേക്കും 45-ലേക്കും വോട്ട് വീതം വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയും കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായി. അതായത് മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മാറ്റമാണ്, അല്ലെങ്കിൽ വലിയ അന്തരമാണ് വോട്ട് വീതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ബേപ്പൂരിൻ്റെ കീഴിൽ തന്നെ വരുന്ന ഫറൂഖ് നഗരസഭയായാലും രാമനാട്ടുകര നഗരസഭയായാലും ഒക്കെ ഇത്തവണ UDF ഭരിക്കുന്നു. അവർ കഴിഞ്ഞ വട്ടവും ഇവിടങ്ങൾ ഭരിച്ച സ്ഥലങ്ങളാണ്. പക്ഷേ വോട്ട് വീതത്തിൽ വലിയ മാറ്റം, ഈ അംഗബലത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒപ്പം കടലുണ്ടി പഞ്ചായത്താണ് LDFനൊപ്പം എക്കാലത്തും ഉറച്ചു നിൽക്കുന്നത്. അവിടെയും ഇത്തവണ ഭരണം നിലനിർത്താൻ കഴിഞ്ഞെങ്കിൽ പോലും വലിയ ഒരു വോട്ട് വീതത്തിലെ വ്യത്യാസം, UDF തങ്ങളുടെ നില ഒരുപാട് മെച്ചപ്പെടുത്തുന്ന സാഹചര്യമാണ് അവിടെയും ഉണ്ടായിരിക്കുന്നത്. ഒപ്പം കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഡിവിഷനുകളാണ് മുൻകാലങ്ങളിലൊക്കെ ഈ ബേപ്പൂർ മേഖലകളിലെ വാർഡുകളിൽ വലിയൊരു അപ്രമാദിത്വം പുലർത്തുന്ന ഒരു സാഹചര്യം LDFനുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ പല ഇടങ്ങളിലും അവരുടെ പ്രകടനം മെച്ചപ്പെടുത്തിയെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒപ്പം ഈ മീഞ്ചന്ത ഡിവിഷൻ പോലെ ഈ ബേപ്പൂർ മണ്ഡലത്തിൻ്റെ ഭാഗമാവുന്ന ഇടങ്ങളിൽ മുസാഫർ അഹമ്മദിനെ പോലുള്ള ഡെപ്യൂട്ടി മേയർ ആയിരുന്ന, അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയായ ആൾ തോൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായാലും അത് വലിയൊരു തിരിച്ചടി LDFന് നൽകുന്ന സാഹചര്യമാണ്. കോഴിക്കോട് കോർപ്പറേഷനെ തന്നെ നല്ലളം, കുണ്ടായിത്തോട് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ UDF വിജയിച്ചു. പക്ഷേ ബേപ്പൂർ പോർട്ട് അടക്കമുള്ള ചെറുവണ്ണൂർ മേഖലകളൊക്കെ ഇത്തവണ LDFന് നിലനിർത്താൻ കഴിഞ്ഞു. പക്ഷേ മുൻ വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ വോട്ട് വീതത്തിൽ വലിയ ഒരു കുറവ്, അല്ലെങ്കിൽ ഈ ഭൂരിപക്ഷത്തിൽ വലിയൊരു കുറവ് ഉണ്ടായിരിക്കുന്നു. അത് ആകമാനം നോക്കിയാൽ ഇങ്ങനെ ഒരു ട്രെൻഡാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. നമുക്കറിയാം, മുൻ വർഷങ്ങളിലൊക്കെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി LDF വിജയിച്ച സ്ഥലമാണ്, അല്ലെങ്കിൽ സിറ്റിംഗ് MLA PM മുഹമ്മദ് റിയാസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു മണ്ഡലവുമാണ്. പക്ഷേ അവിടെ ഈ വ്യത്യാസം ഇത്തവണ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ മറുപക്ഷത്തേക്ക് വോട്ട് ചെയ്യുന്നതിൽ ബേപ്പൂർക്കാർക്ക് മടിയില്ല എന്നത് ഒരു വസ്തുതയായി തന്നെ UDF നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അൻവറിൻ്റെ വരവ് വലിയ ചർച്ചാ വിഷയമായി ഇരിക്കുന്നത്. പക്ഷേ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ ഒരു താല്പര്യം അക്കാര്യത്തിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സാമൂഹ്യ സാഹചര്യങ്ങൾ, ഒപ്പം ഈ വോട്ടിൻ്റെ ഒരു ശതമാനക്കണക്കിലൊക്കെ വലിയ മാറ്റം വന്നിരിക്കുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് ഒരുപാട് പേർ സ്ഥാനാർത്ഥി കുപ്പായം തയ്ച്ച് കാത്തിരിക്കുന്നവർ കോഴിക്കോട് തന്നെയുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ മത്സരിച്ച നിയാസിന് ഇത്തവണ പാറോപ്പടി ഡിവിഷനിൽ നിന്നൊരു അപ്രതീക്ഷിത തോൽവി എത്തി വലിയ ഒരു തിരിച്ചടിയും മാറിയിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ ഒരിടത്തു നിന്നും എത്തിച്ച് മത്സരിപ്പിക്കാൻ തയ്യാറാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം KPCC തലത്തിലെ, അല്ലെങ്കിൽ AICC തലത്തിലേക്ക് തീരുമാനമാവും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഏറ്റവും നിർണായകമായി മാറുക. അദ്ദേഹത്തിന് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ ബേപ്പൂരിൽ ഫ്ലെക്സ് ബോർഡുകൾ പോലും വന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏതാണ്ട് UDFന് അനുകൂലമാണ്, അല്ലെങ്കിൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡുകൾ UDFന് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്തായാലും അനീഷ്, ഈ സാഹചര്യത്തിൽ അൻവറിന് അനുകൂലമായൊരു പോസ്റ്റർ, ഫ്ലെക്സ് ബോർഡ് ആദ്യം പ്രത്യക്ഷപ്പെട്ട ഇടം ബേപ്പൂരാണ്. അപ്പോൾ ഇത് അവിടുത്തെ പ്രവർത്തകർ, പ്രത്യേകിച്ച് ലീഗിന് വലിയ സ്വാധീനമുള്ള ഒരു ഇടം കൂടിയാണല്ലോ, മുസ്ലിം വോട്ടുകൾക്ക് സ്വാധീനമുള്ള ഇടമാണല്ലോ. അപ്പോൾ UDF സംവിധാനം അൻവറിനെ ഉൾക്കൊള്ളാനുള്ള എത്ര കണ്ട് വലിയ ഒരു രാഷ്ട്രീയ തീരുമാനം അവിടെ കൈക്കൊള്ളും? അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ UDF കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ടോ അൻവർ ബേപ്പൂരേക്ക് എന്ന തരത്തിൽ? അൻവർ ഈ പിണറായി വിജയനുമായി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ഉടക്കി നിന്ന സമയം മുതൽ തന്നെ അൻവറിനൊരു കണ്ണ് ബേപ്പൂരിലുണ്ടായിരുന്നു. അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ന്യൂനപക്ഷ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. മറ്റൊന്ന് PA മുഹമ്മദ് റിയാസ്, മുഖ്യമന്ത്രിയുടെ മരുമകൻ തന്നെ മത്സരിക്കുന്ന ഇടം, ഒരു പ്രധാനപ്പെട്ട യുവ നേതാവ് മത്സരിക്കുന്ന ഇടം. അതുകൊണ്ട് പിണറായി വിജയനെതിരായ പോരാട്ടം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നിലനിർത്തണം, അല്ലെങ്കിൽ ആ പോരാട്ടത്തിൻ്റെ ഒരു പ്രതീതി ജനിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് പോരാടുക തന്നെ വേണം. പക്ഷേ ധർമ്മടത്തൊന്നും പോയി മത്സരിച്ചാൽ
കഴിഞ്ഞാൽ യാതൊരു വിജയസാധ്യതകളുമില്ല. അതുകൊണ്ട് ബേപ്പൂരിലേക്ക് തന്നെ കേന്ദ്രീകരിക്കും. ഒപ്പം ശക്തമായ സന്ദേശം അക്കാര്യത്തിൽ PV അൻവറിന് മുന്നോട്ട് വെക്കാനും കഴിയും. കാരണം ഈ പിണറായി സഖ്യത്തിനെതിരായ പോരാട്ടം എന്ന രീതിയിലാണ് പലപ്പോഴും തൻ്റെ ഈ പോരാട്ടത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. പിതൃതുല്യൻ എന്ന് പറഞ്ഞ ആളിൽ നിന്നും ഏറ്റവും വെറുക്കപ്പെട്ടവൻ എന്ന രീതിയിലേക്ക് പിണറായിയെ വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം ഈ ഫറൂഖ് പാലവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവാദമൊക്കെ ഉണ്ടായപ്പോഴും വളരെ പെട്ടെന്നാണ് അൻവർ നിലമ്പൂരിൽ നിന്നും ഫറൂഖിലേക്ക് എത്തുകയും അവിടുത്തെ സമര പ്രഖ്യാപന കൺവെൻഷനിൽ പങ്കെടുക്കുകയും പല പരിപാടികൾക്കും പിന്നീട് ബേപ്പൂരിലേക്ക് അൻവർ എത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്തു. അതുകൊണ്ട് അൻവറിൻ്റെ കണ്ണ് ആദ്യം മുതൽ തന്നെ ബേപ്പൂരിലേക്കുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ UDF-ന്റെ ജില്ലാ നേതൃത്വത്തിന് അല്ലെങ്കിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് പൂർണ്ണമായി ഒരു തുറന്ന മനസ്സ് ഇക്കാര്യത്തിൽ ഇല്ല എന്നാണ് നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഒരുപാട് സീറ്റുകളിലേക്ക് പരിഗണിക്കപ്പെടേണ്ട ആളുകൾ കോഴിക്കോട് ജില്ലയിൽ തന്നെയുണ്ട്. പലർക്കും സീറ്റ് ലഭിക്കുമോ എന്ന് ഉറപ്പ് പോലും ഇല്ലാത്ത സാഹചര്യം. കാരണം ഈ കൊയിലാണ്ടി പോലുള്ള ഇടങ്ങളിൽ K. പ്രവീൺകുമാർ നിൽക്കുമ്പോൾ കഴിഞ്ഞ വർഷം മത്സരിച്ച N. സുബ്രഹ്മണ്യം ഇപ്പോൾ വളരെ ശ്രദ്ധേയനായി രംഗത്തേക്ക് വരുന്നു. ഒപ്പം ഒരു പിടിയിലധികം നേതാക്കൾ പല ഇടങ്ങളിലേക്ക് മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. തിരുവമ്പാടി വെച്ച് മാറുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ നടക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസിൽ തന്നെ സ്ഥാനാർത്ഥികളുടെ ഒരു ബാഹുല്യം ജില്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലയ്ക്ക് പുറത്തുള്ള ലീഗിനൂടെ സുരക്ഷിതമായ അത്തരം പൊതു ഇടങ്ങൾ അൻവറിന് വേണ്ടി കണ്ടെത്തണമെന്ന ഒരു രീതിയിലാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ചിന്ത. ജില്ലയിലെ തന്നെ മുതിർന്ന നേതാക്കൾ തന്നെ അവിടെ മത്സരിക്കണമെന്നൊരു നിലപാടാണ് നിലവിലുള്ളത്. പക്ഷേ നമുക്കറിയാം രാഷ്ട്രീയമാണ്, മുന്നണിക്കുള്ളിലെ ചർച്ചകൾ നടക്കും, അന്തിമ തീരുമാനം എടുക്കേണ്ടത് KPCC-യും AICC-യും ഒക്കെയാണ്. എന്തായാലും നിലവിൽ അൻവർ മത്സരിക്കണമെന്ന കാര്യത്തിൽ ഒരു അഭിപ്രായം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കുൾ ഇല്ല. പക്ഷേ പരസ്യമായ കാര്യത്തിൽ വേണമെന്നോ വേണ്ടയെന്നോ തൽക്കാലം അവർ പ്രതികരിക്കുന്നുമില്ല. സജിത്ത്. യെസ്, അതാണ് അനീഷ് സൂചിപ്പിച്ചതാണ് സാഹചര്യം. എന്തായാലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് മറ്റ് താല്പര്യങ്ങളുണ്ടെങ്കിലും ഒരു സംസ്ഥാന തീരുമാനത്തിനൊപ്പം നിൽക്കേണ്ടി വരും. കാരണം അൻവർ മുന്നണിയിലേക്ക് വന്നതാണ്. അപ്പോൾ അൻവറിന് പരിഗണന നൽകേണ്ടി വരും. അനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഒരു ഊർജ്ജം ഒരുപക്ഷേ UDF-ന് അല്ലെങ്കിൽ അൻവറിന് ബേപ്പൂർ എന്ന ചിന്ത കൂടുതലായി വരുന്നതിന് കാരണമായേക്കാം. അങ്ങനെയെങ്കിൽ ബേപ്പൂരിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്വാധീനം എത്ര കണ്ടുണ്ട് എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. നോക്കുക, ബേപ്പൂരിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഏതൊക്കെ എന്ന കാര്യം നമുക്ക് പരിശോധിക്കാം. അതിലേക്ക് വരുമ്പോൾ നോക്കൂ, ഫറൂഖ് നഗരസഭ അവിടെയാണ് ബേപ്പൂരിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ വരുമ്പോൾ. ഒന്ന് ഫറൂഖ് നഗരസഭയാണ്, അത് UDF ആണ് ഭരിക്കുന്നത്. മറ്റൊന്ന് രാമനാട്ടുകര നഗരസഭയാണ്, അത് UDF ആണ് ഭരിക്കുന്നത്. മറ്റൊന്ന് കടലുണ്ടി പഞ്ചായത്താണ്, LDF ഭരിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലെ 14 വാർഡുകളാണ് അവിടെ ഉൾപ്പെടുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ പൂർണ്ണമായിട്ടില്ല, 14 വാർഡുകളാണ് ഈ ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. അതിൽ 9 വാർഡുകളിൽ ഇടതുമുന്നണിയാണ്, 3 വാർഡുകളിൽ UDF ആണ്, 1 വാർഡിൽ NDA ആണ്, ഇനിയും 1 വാർഡിൽ അതേഴ്സ് എന്ന വിഭാഗത്തിൽ കൂടിയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിന് കോർപ്പറേഷനിലും കടലുണ്ടി പഞ്ചായത്തിലും ഉണ്ടാകുന്ന ഒരു ആധിപത്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും കാണുന്നത്. അപ്പോൾ തദ്ദേശ ചിത്രത്തിലും ഇടതുപക്ഷം വലിയ പിന്നോട്ട് പോക്ക് അവിടെ സംഭവിച്ചിട്ടില്ല എന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അൻവറിന് എന്ത് രാഷ്ട്രീയ സാഹചര്യം എന്ന കാര്യം കൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിൽ പ്രധാനമാവുന്നത് ഈ നീക്കത്തിനൊപ്പം എങ്ങനെ അൻവറിന് വരാൻ കഴിയും, ഇതിൻ്റെ രാഷ്ട്രീയം എന്ത് എന്നതിൽ കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം വ്യക്തമാണ്, PV അൻവറിനെ മുന്നണിയിൽ എടുക്കുമ്പോൾ UDF കരുതിയിരിക്കുക, അത് CPM-ന് മുഖ്യമന്ത്രിക്ക് നൽകുന്ന ഒരു രാഷ്ട്രീയ മറുപടി കൂടി അതിലൂടെ ഉണ്ടാവണം. അപ്പോൾ അൻവറിനെ ആദ്യം എടുക്കാതിരുന്നു, പിന്നീട് ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കൊടുവിൽ എടുക്കുമ്പോൾ അൻവർ ബേപ്പൂരിൽ തന്നെ മത്സരിച്ചു വരട്ടെ, മുഖ്യമന്ത്രിയുടെ മരുമകനെതിരെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രീയ സന്ദേശം നൽകുന്ന തരത്തിലുള്ള ഒരു പോരാട്ടം നടക്കട്ടെ എന്നതുകൂടി UDF-ൻ്റെ ഒരു പൊതു തീരുമാനമാണ്. അപ്പോൾ അൻവറിൻ്റെ ഒരു സുരക്ഷിത മണ്ഡലം എന്ന ആലോചനകളിലേക്ക് പോയിട്ടില്ല. അവിടെ ബേപ്പൂർ എന്ന കാര്യം വരുന്നതും അതുകൊണ്ട് കൂടിയാണ്. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം?